18+ ആണ്. 18+ ആണെന്ന്. കോളേജിൽ എല്ലാരും കാണട്ടാ. ഓക്കെ, നമ്മുടെ കോൺവെർസേഷനിൽ കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് കൊണ്ട് മൂക്കി തൊടാൻ പറ്റുമോ, എവിടെ കത്തോടും. എന്റെ ഗുരു കരൺ ജോഹറാണ്. പക്ഷെ ഇപ്പൊ ഒരാൾ ആസ്ക് ഔട്ട് ചെയ്തല്ലോ, ഡേറ്റിന് കൊണ്ടുപോവാണെങ്കിൽ ഒരു ഐഡിയൽ പെർഫെക്റ്റ് ഡേറ്റ് എന്തായിരിക്കും? അത് ഞാൻ പുള്ളിയോട് പറഞ്ഞു. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇവിടെ ആരെങ്കിലും കൊണ്ടുപോകും, അങ്ങനെ ഏതെങ്കിലും പയ്യന്മാർ കൊണ്ടുപോകണമെങ്കിൽ കമന്റ് ഇല്ല. നമ്മളാരും ദിയാകൃഷ്ണ അശ്വൻ ഗണേഷും അല്ല, അവിടെ പൈസ ഇല്ല. എന്റെ ഐഡിയൽ ഡേറ്റ് അല്ലേ ചോദിച്ചത്. ചന്ദ്രനിൽ പോണം, ചന്ദ്രനിൽ ചെന്ന് ചായ കുടിക്കണം. അതാണ് എന്റെ ഐഡിയൽ റിലേഷൻഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ്, ഫ്ലർട്ടർഷിപ്പ്, കുഷ്യനിങ്, ഇതിനൊക്കെ പറ്റി എനിക്ക് നല്ല അഭിപ്രായം. ഈ ഒരു വിരളെ മാത്രം അത് ഇളകി പോയി. അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിൻട്രസ്റ്റിംഗ്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടല്ല, സെക്കൻഡ് പാർട്ട് ഈസ് സോ ക്രേസി. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട്. ഫസ്റ്റ് പാർട്ടിൽ ലിപ്സ്റ്റിക് ഒന്നും ഇല്ല, ഭയങ്കര പ്ലെയിൻ ആയി പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടിരിക്കാന്ന്. അതിലാരെയും റെഡി? യെസ്, ഞാൻ റെഡിയാണ്. നീ റെഡിയാണോ? ഓ മൈ ഗോഡ്, ഐ ആം സ്ട്രെസ്ഡ് ഔട്ട്. കോളേജിൽ എല്ലാരും കാണട്ടാ. അതെ, കാണട്ടെ. അയ്യോ, തൃശ്ശൂർ സ്ലാങ് ഒക്കെ വരുന്നു. ഒട്ടും ടെൻഷൻ ഇല്ലാന്ന് തോന്നുന്നു. അല്ല, എനിക്ക് ടെൻഷനൊന്നും ഇല്ല. യൂട്യൂബും കോളേജും എല്ലാം കൂടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നേ? യൂട്യൂബും കോളേജും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം യൂണിവേഴ്സിറ്റി എക്സാം വരെയാണ്, ഡെസർട്ടേഷൻ എഴുതണം. 5 അസൈൻമെന്റ്സും ഡെസർട്ടേഷനും ആർട്ടിക്കിളും വേറെ സാധനം ഉണ്ടല്ലോ. കേസ് സ്റ്റഡി ഞാൻ കഴിഞ്ഞ ആഴ്ച എഴുതി തീർത്ത്. ലൈക്ക് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമുക്ക് കോളേജിലെ ഡെസർട്ടേഷൻ മാത്രം എഴുതുകയാണെങ്കിൽ നമ്മൾ പിന്നാട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യാതിരിക്കും. ഇപ്പം നമുക്കിത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളപ്പോൾ നമ്മൾ എല്ലാത്തിനും ടൈം കണ്ടെത്തുക എല്ലാം ചെയ്യുകയും ചെയ്യും. ഞാൻ അങ്ങനെ ലൈക്ക് വേറെ ആൾക്കാരുടെ എല്ലാവരും പ്രോബ്ലം എങ്ങനെ ആയിരിക്കും. നമുക്ക് മടി എന്ന് പറയുന്ന സാധനം വരുന്നത് നമുക്കൊന്നും ചെയ്യാനില്ലാത്തപ്പോഴാണ്. ചെയ്യാനായിട്ടുള്ളപ്പോൾ നമുക്ക് അങ്ങനെ മടി വരില്ല, നമുക്ക് എല്ലാം ചെയ്യാനായിട്ട് സമയം കിട്ടും. ആക്ച്വലി ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഐ ഹാവ് നൗ. ഇപ്പം യൂട്യൂബിലാണെങ്കിലും വ്യൂസ് പതുക്കെയാണ് കയറുന്നതെങ്കിലും ഇറ്റ്സ് ഗുഡ്. എന്തെങ്കിലും സംഭവിക്കുമല്ലോ, എന്താണ് ലേറ്റ് ബെറ്റർ ദാൻ നെവർ, ലേറ്റ് ബെറ്റർ ദാൻ നെവർ. ഓക്കെ, നമ്മളങ്ങനെ ആ ഒരു ഒരിക്കലും പോകുന്നു. ഓക്കെ, നമ്മുടെ കോൺവെർസേഷനിൽ കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അല്ല, ഇപ്പോഴാണോ ഇംഗ്ലീഷ് അത്യാവശ്യം ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും. വീഡിയോസ് അധികം ഇംഗ്ലീഷ് ചെയ്യാറില്ലെങ്കിലും ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും. സോ അതൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് ആക്ച്വലി എനിക്ക് സാധാരണ ഒരു മലയാളിക്ക് അറിയാവുന്ന അത്ര ഇംഗ്ലീഷ് എനിക്ക് അറിയത്തുള്ളൂ. ഞാനൊരു 8th സ്റ്റാൻഡേർഡ് വരെ CBSE പിന്നെ സ്റ്റേറ്റ് സിലബസുമാണ് പഠിച്ചത്. പക്ഷേ 8th സ്റ്റാൻഡേർഡ് വരെ CBSE പഠിച്ചുകൊണ്ടല്ല ഞാൻ ഇംഗ്ലീഷ്. ഒത്തിരി പേര് പറഞ്ഞിട്ട് അതുകൊണ്ടായിരിക്കാം, അതുകൊണ്ടൊന്നും അല്ല. അതിന് ഒരു റോളും ഇല്ല. ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നതിൻ്റെ ഒരേ ഒരു കാര്യം, ഇപ്പം സെമിനാറൊക്കെ എടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു കറേജ് കിട്ടാൻ വേണ്ടി ഞാനൊരു കോഫി വിത്ത് കറണ്ട് 2 എപ്പിസോഡ് കാണും, അല്ലെങ്കിൽ ദിസ് ഇസ് നോട്ട് എ പോഡ്കാസ്റ്റിന്റെ 2 എപ്പിസോഡ് കാണും. ഇംഗ്ലീഷ് സംസാരിക്കുന്ന എന്തെങ്കിലും പ്രോഗ്രാം ഇരുന്നാണ്, നെവർ ഹാവ് എവർ ഒക്കെ ഒരു എപ്പിസോഡ് കണ്ടാൽ മതി. അപ്പം എന്താ സംഭവിക്കുന്നത്, നമുക്ക് ആ ഒരു അവർ സംസാരിക്കുന്നത് കേട്ട് നമുക്കൊരു വഴക്കം വരും. അപ്പോഴത്തെ നമുക്ക് എളുപ്പം ഡീൽ ചെയ്യാവുന്നേ ഉള്ളൂ. എനിക്ക് സാധാരണ ആൾക്കാർ സംസാരിക്കുന്ന പോലെ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തുള്ളൂ, അല്ലാതെ ഭയങ്കര സംഭവമായിട്ടുള്ള ഇംഗ്ലീഷ് അറിഞ്ഞൂടെ. ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്, പക്ഷെ അതിന്റെ അതുകൊണ്ടൊന്നും അല്ല, അതിനൊന്നും ഒരു റോളും ഇല്ല ചെയ്യാൻ. ജസ്റ്റ് ബിക്കോസ് കരൺ ജോഹർ, നെപ്പോ കിങ് കരൺ ജോഹർ. I am a huge lover of gossip. I am a huge lover of gossip. അത് കാരണം അപ്പം ഗോസിപ്സ് ഇഷ്ടമായത് കാരണം ഇവരവിടെ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യനൊക്കെ എന്താണോ വരാൻ പോകുന്നത്. അപ്പം ഗോസിപ്പ് ലൈക്ക് എനിക്ക് ഗോസിപ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും അറിയാലോ അനന്യ പാട്ടയുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നത്, ദിവ്യ പണിക്കൊണ്ട് മൂക്കി തൊടാൻ പറ്റും, അനന്യ പാട്ടയ്ക്ക് നാക്കൊണ്ട് മൂക്കി തൊടാൻ പറ്റുമോ, എവിടെ കത്തോടും. പിന്നെ ആലിയ ഭട്ടിന്റെ ജീവിതത്തിൽ റാഹയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്, ദിവ്യ പണിക്കൊണ്ടേ രൺവീർ സിംഗിന്റെ ജീവിതത്തിൽ എന്ത് നടക്കുന്നത് അതൊക്കെ അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടല്ലോ. പിന്നെ അതായത് അത്
എന്തൊക്കെ പറഞ്ഞാലും എവരിബഡി വാണ്ട്സ് ടു നോ ദാറ്റ്. ഇന്ത്യ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് കോഫി വിത്ത് കരൺ. ദാറ്റ് മീൻസ് എവരിബഡി വാണ്ട് ടു നോ അബൌട്ട് ഗോസിപ്സ്. അത് കരൺ ജോഹറിന്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമെങ്കിലും യെറ്റ് എവരിബഡി ലവ്സ് ടു ഹിയർ ദാറ്റ്. യാ, അതേപോലെ എനിക്ക് അതൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. ബോളിവുഡ് ലൈഫ് സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് താല്പര്യമുണ്ട്. അപ്പൊ ഞാനത് കാണും. എല്ലാവർക്കും അതിന് താല്പര്യമുണ്ട്. അപ്പം അതാകുമ്പോൾ നമുക്ക് ബോറടിക്കായിരുന്നു കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ അടുത്ത് ഫസ്റ്റ് പോയിട്ട് BBC യുടെ ഒരു ന്യൂസ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി BBC യുടെ ന്യൂസ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താല്പര്യം വരത്തില്ല. അപ്പൊ അതിലും നമുക്ക് എന്താണ് താല്പര്യം അത് ചെയ്യാം. ലൈക്ക് എനിക്ക് കോഫി വിത്ത് കരണ്ടായിരുന്നു കാണാൻ. കൊച്ചിലും പോലെ കോഫി വിത്ത് കരണ്ട് കാണുമായിരുന്നു. അത് ഒത്തിരി 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 ഡിഫറൻസ് ഇല്ല. ഒത്തിരി വാക്കുകളൊക്കെ ഞാൻ അതിനകത്തു നിന്നാണ് കണ്ടുപിടിച്ചത്, ഞാൻ ഡിസ്കവർ ചെയ്തത്. എന്റെ ഗുരു കരൺ ജോഹറാണ്. അതെ, എന്റെ ഗുരു കരൺ ജോഹറാണ്. കോഫി വിത്ത് കരണും കരൺ ജോഹറിനും വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യും. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൊക്രാസ്റ്റിനേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? പ്രൊക്രാസ്റ്റിനേഷൻ ഹാൻഡിൽ ചെയ്തതാ? അയ്യോ, ഞാൻ ഭയങ്കരമായിട്ട് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാൻ നേരത്തിന് ഞാൻ അടുത്ത വഴിക്കൊക്കെ പോകും. കല്യാണം വരെ കഴിഞ്ഞു. പിള്ളേരൊക്കെ ആയി. പിള്ളേരെ കല്യാണം. പ്രൊക്രാസ്റ്റിനേഷൻ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ മൈൻഡിൽ ഒരു ഹോളോ സ്പേസ് ഉണ്ടാവാതിരിക്കുക. എപ്പോഴും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഓവർ തിങ്കിങ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. ഭയങ്കര ഓവർ തിങ്കിങ് ആയിട്ടുള്ള ആളാണ് ഞാൻ. അഭിനയ എന്നെ ഓവർ തിങ്കിങ്ങിന് എന്തൊക്കെ ഞാനിപ്പം ആരെങ്കിലും എനിക്കായി പ്രൊപ്പോസ് മീ, ഞാൻ ഇങ്ങനെ അഭിനയം എടുത്തു പോയി പറയും നാളെ ആകുമ്പോൾ ആസിഡ് ഒഴിക്കുമോ എന്നൊക്കെ. അപ്പൊ അഭിനയം പറയും ലൈക്ക് എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, ദാറ്റ്സ് ബുൾഷിറ്റ്. അങ്ങനെ അത്രേ ഉള്ളൂ. അല്ലെ അങ്ങനെ ഓവർ തിങ്കിങ് കൺട്രോൾ ചെയ്യാൻ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. എൻഗേജ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ പ്രൊക്രാസ്റ്റിനേഷൻ വരില്ല. അപ്പൊ നമ്മള് പഠിത്തത്തിൽ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. പിന്നെ ഞാനിപ്പോ പഠിക്കുന്ന LLB ആണ്. ഞാൻ കൂടുതലും LLB പഠിക്കാനായിട്ട് എൻഗേജിങ് ആയിട്ടിരിക്കുന്നത്. നമ്മൾ ചുമ്മാ ബുക്ക് വായിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി അത്ര എൻഗേജിങ് ആയിരിക്കത്തില്ല. നമുക്ക് വേറെ കാര്യങ്ങൾ തോട്ട്സൊക്കെ വരും. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ വീഡിയോസ് ആണ് കാണുന്നത്. കൂടുതലും യൂട്യൂബ് തന്നെയാണ് എല്ലാ കാര്യത്തിനും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. യൂട്യൂബും എൻ്റെ ഗുരുവാണ്, കരൺ ജോഹറും എൻ്റെ ഗുരുവാണ്. യൂട്യൂബാണ് എന്നെ LLB പഠിപ്പിക്കുന്നത്, കരൺ ജോഹറാണ് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. ഓക്കെ. സോ ഞാൻ നേരത്തെ ചോദിച്ചു കാരണം ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ല, അപ്പൊ ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഒരാൾ ആസ്ക് ഔട്ട് ചെയ്ത് ഡേറ്റിന് കൊണ്ടുപോവാണെങ്കിൽ ഒരു ഐഡിയൽ പെർഫെക്റ്റ് ഡേറ്റ് എന്തായിരിക്കും? അത് ഞാൻ പുള്ളിയോട് പറഞ്ഞപ്പോൾ ടിപ്സ് എടുത്തോട്ടെ ഇത് കാണുന്നവരൊക്കെ. ഐഡിയൽ പെർഫെക്റ്റ് ഡേറ്റാ ആക്ച്വലി ഞാൻ ഈ ഒരു മറന്ന ടെക്നിക്കൽ ഈ മറ്റേ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന മറ്റേ ഡേറ്റിലൊന്നും ഞാൻ പോയിട്ടില്ല. നീ പോയിട്ടുണ്ടോ ഇംഗ്ലീഷ് സിനിമ കാണുന്നത്? ഇംഗ്ലീഷ് മറ്റേ ബോൾ റൂമിലൊക്കെ കൊണ്ടുപോയി ബോൾ റൂം ഡിന്നർ മറ്റേ ക്യാൻഡിൽ ലൈറ്റ് അങ്ങനെ പോയിട്ടില്ല. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇവിടെ ആരെങ്കിലും കൊണ്ടുപോകും. അങ്ങനെ ഏതെങ്കിലും പയ്യന്മാർ കൊണ്ടുപോകണമെങ്കിൽ കമന്റ് എനിക്കറിഞ്ഞൂടെ ഇവിടെ ആരെങ്കിലും അങ്ങനെയൊക്കെ അങ്ങനെ ഡേറ്റിന് കൊണ്ടുപോകും. ഇവിടത്തെ ഡേറ്റ് എന്താണ്? ഇവിടെ എങ്ങനെയാണ് ഡേറ്റിന് പോകുന്നത്? ഇവിടത്തെ ഡേറ്റിംഗ് ഈസ് ലൈക്ക് എന്താണ്? ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ ബേസിക്കലി ഡേറ്റിംഗ് ഈസ് ലുലുമോൾ, കടവെക്കുന്ന എന്റെ മാനവീയം. ഇവിടുത്തെ മൂന്നിടത്ത് ഇങ്ങനെ കിടന്ന് കാണുക. അതാണ് ഇവിടുത്തെ എല്ലാ ഡേറ്റിംഗും. അതിൽ കൂടുതൽ ഇവിടെ ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇത് ഇവിടെ നടക്കും. കൂടുതൽ ഓപ്പൈത്തമാരെ പോരായിട്ട് നമ്മുടെ പൈസ ഇല്ല. നമ്മളാരും ദിയാകൃഷ്ണ അശ്വൻ ഗണേഷും അല്ല, അവിടെ പൈസ ഇല്ല. അങ്ങനെ ഇച്ചിരൂടെ എഫേർട്ട് ഇടാലോ വേണമെങ്കിൽ. ചന്ദ്രൻ അതെ ഡേറ്റിന് ചന്ദ്രനിൽ പോകണമെന്ന് എനിക്ക് അതാണ് ആഗ്രഹം. എന്റെ ഐഡിയൽ ഡേറ്റ് അല്ലേ ചോദിച്ചത്? ചന്ദ്രനിൽ പോകണം. ചന്ദ്രനിൽ ചെന്ന് ചായ കുടിക്കണം. അതാണ് എന്റെ ഐഡിയൽ ഡേറ്റ്. ചന്ദ്രനിൽ കൊണ്ട് എന്റെ ചായ കുടിക്കാൻ കഴിവുള്ള ആരും അതായത് ഓക്കെ പെർഫെക്റ്റ്. ജോലി ചെയ്ത വല്ലവരും ഉണ്ട് ഇവിടെ? നാസയിലാണേലും എന്താ പ്രശ്നം? അതെ അവർക്ക് പ്രശ്നമില്ല. ഞാൻ അമേരിക്കയിലും പോവും. ISRO വന്നാലും നാസയിൽ വന്നാലും കുഴപ്പമില്ല. Friends with benefits. അതിനെ പറ്റി ഇവിടെ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? എന്താ സംഭവിക്കുന്നേ? പറ. ഓക്കെ. ഈ Gen Z റിലേഷൻഷിപ്സ്, കുറെ ടേംസ്, കുറെ കൺഫ്യൂഷൻസ്, അതിനെ പറ്റിയൊക്കെ എന്താ അഭിപ്രായം?
നല്ല അഭിപ്രായം. റിലേഷൻഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ്, ഫ്ലേർട്ടർഷിപ്പ്, കുഷ്യനിങ് അതിനൊക്കെ പറ്റി എനിക്ക് നല്ല അഭിപ്രായം. ഇതിനെ പറ്റി ഞാൻ ഒരു ലോങ് വീഡിയോ ഫുൾ ആയിട്ട് നമുക്ക് ഇടാം. അതിനെപ്പറ്റി എല്ലാത്തിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ട് നമുക്കൊരു നീയും വീഡിയോക്കകത്ത് വാ, കോൺവെർസേഷൻ പോലെ ചെയ്യാം. അത് ഉടനെ ചെയ്യാനായിട്ട് അഖിലയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോയി എല്ലാവരും കമ്പൽ ചെയ്യണം, ചെയ്യുന്നു പറഞ്ഞു. അതെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പറ്റിയ മണ്ടത്തരം, ഒരു മണ്ടത്തരം ഏറ്റവും വലുതായിട്ട് തോന്നിയിട്ടുള്ളത്? മണ്ടത്തരവേ സംഭവിക്കുള്ളൂ. അങ്ങനത്തെ സാഹചര്യത്തിൽ ടോപ്പ് ആയിട്ടുള്ളത് എനിക്ക് പറ്റിയൊരു അടിപൊളി മണ്ടത്തരം പറയാം. ഞാൻ എന്റെ എല്ലാ വിരലിലും എക്സ്റ്റൻഷൻ വെച്ചു, മറ്റേ ഫേക്ക് നെയിൽസ് എക്സ്റ്റൻഷൻ വെച്ചു. അപ്പൊ നമ്മുടെ കോളേജിൽ ഫുട്ബോൾ മാച്ച് നടക്കുകയാണ്. ബട്ട് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ടർഫിലാണ് നമ്മുടെ കോളേജിലെ ഗ്രൗണ്ട് ഒക്കെ പൊളിഞ്ഞ് നടക്കുന്നുണ്ട്, അവിടെയാണ് നടത്തിയത്. ഞാൻ അതിന് പരിപാടി കാണാൻ പോയി. അവിടെ 2-3 അനൗൺസ്മെന്റ് ഒക്കെ നടത്തി പട്ടി ഷോ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഞാൻ ഫേക്ക് നെയിൽസ് ആണ് വെച്ചിരുന്നത്. എന്റെ കയ്യിൽ നഖമില്ലാത്ത കാരണം ഈ ഒരു വിരളെ മാത്രം അത് ഇളകിപ്പോയി. എവിടെ പോയി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഞാൻ ബാക്കി മൊത്തം ഇളകി കളയാനായിട്ടുള്ള അന്നേരം ആ ബുദ്ധിയൊന്നും എനിക്ക് അപ്പൊ വന്നില്ല. ഞാൻ എല്ലാരും ലൈക്ക് oh my god എന്നിട്ട് 2-3 ബോയ്സ് അവര് എന്റെ ഫ്രണ്ട്സ് ആണ്, അവര് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. കൈ കണ്ടോന്ന് പറഞ്ഞോട്, കൈ മാത്രം, എന്റെ ഫേസിലെ കൈ മാത്രം ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. oh my god, അതൊരു വലിയ മണ്ടത്തരായിരുന്നു. പിന്നെ നിന്നെ കടപ്പഴ ഓർത്തേ, നീ ഓർക്കുന്നുണ്ടാ ഒരു പയ്യൻ നമുക്ക് 2 പേർക്കും കോപ്പി അത് നമുക്ക് 2 പേർക്കും വെച്ച് വലിയ മണ്ടത്തരമായിരുന്നു. ഒരേ മെസ്സേജ് അവിടുത്തെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവക്ക് കോപ്പി, എനിക്ക് അയക്കുന്ന മെസ്സേജ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവക്ക്. ഞങ്ങൾ ഒന്നിച്ച് ഹി വാസ് ചാറ്റിംഗ് വിത്ത് ബോത്ത് ഓഫ് us. ഞങ്ങൾ രണ്ടുള്ള അറിയുന്നതേ ഇല്ലായിരുന്നു അറ്റ് സർട്ടൻ പോയിന്റ് വരെ. പിന്നെ നമ്മളത് മനസ്സിലാക്കി. പിന്നെ ഞങ്ങൾ രണ്ടുള്ള ഡിസ്കവർ ചെയ്ത് എത്താറായി. ഞാൻ ലാസ്റ്റ് ആയിട്ട് ചോദിക്കാം, ഒരു അഡ്വൈസ് യങ്ങർ സെൽഫിന് കൊടുക്കാനുണ്ടെങ്കിൽ അതെന്തായിരിക്കും? Men will be men. Yeah. Okay. Men will be men. That would be the advice that I give. Yeah, men will be men. അതൊരു സെൽഫിന് കൊടുക്കാനായിട്ടുള്ള ഒരു അഡ്വൈസ് ആണ്. പിന്നെ എന്തൊക്കെ വന്നാലും ബിലീവ് ഇൻ യുവർ സെൽഫ്. യു ആർ സോ മച്ച് സ്ട്രോങ്ങർ. ലൈക്ക് എനിക്ക് I knew that I'm really strong and I can deal with anything. Like ഞാനിപ്പം എന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് എന്ത് കാര്യം ചിന്തിക്കുമ്പോഴും ഞാനാണ് ഏറ്റവും, ഇപ്പൊ നമ്മൾ കൊച്ചു പിള്ളേരുടെ അടുത്തൊന്നും പറയാൻ പാടില്ല, ഇതിനെ കൊണ്ട് അതിന് കൊള്ളൂല ഇതിനെ കൊള്ളൂല അങ്ങനെ പറയല്ലോ. നീ ഇതിലൊക്കെ അടിപൊളിയാണെന്ന് പറയണം. എന്റെ മനസ്സിൽ ഞാൻ എല്ലാത്തിനും അടിപൊളിയാണ്. ഞാനാണ് നമ്പർ 1. ഞാൻ നമ്പർ 1 ആണെന്ന് ഞാൻ ചിന്തിക്കുന്നിടത്തോളം കാലം നോബഡി ക്യാൻ ബി നമ്പർ 1. ഞാൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നമ്പർ 2 ആവുന്നില്ല. എന്റെ മനസ്സിൽ ഞാൻ നമ്പർ 2 ആവുന്നില്ല. ഞാൻ എപ്പോഴും നമ്പർ 1 ആണ്. ഐ വിൽ ഓൾവേസ് ബി നമ്പർ 1. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഫൺ വരുന്നില്ല. ഫൺ വരട്ടെ, ഫൺ വന്നാലേ പറയാൻ പറ്റും. അപ്പൊ ഗൈസ് ഒരു ഭയങ്കര വിയേർഡ് സ്പൈസി സെക്സി ക്യൂആൻ ആയിരുന്നു. ഒരു വിയേർഡ് സ്പൈസി സെക്സി ക്യൂആൻ ആയിരുന്നു. ഇനി നമുക്ക് ഇതേമാതിരി വേറെ ക്യൂആനുകൾ കണ്ടെങ്കിൽ നിങ്ങൾ അടി കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. അത് നമ്മൾ അടുത്ത ക്യൂആനിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ ഇൻസ്റ്റാഗ്രാം ബയോ ഐഡിയിലുണ്ട്, അഖിലയുടെ ഇൻസ്റ്റാഗ്രാം ബയോ ഐഡിയിലുണ്ട്. എല്ലാവർക്കും അതിനകത്ത് ഒരു പാർവന സ്കൂൾ പിന്നെ ഇൻസ്റ്റാഗ്രാം ബയോ താഴെ കൊടുത്തേക്ക് ഇവിടെ അത് കൊടുക്കെന്ന് പറയുന്നത്. അതെല്ലാം താഴെ ഉണ്ടാവും. ഐ മീൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവും. സോ ദാറ്റ് ഉണ്ടാവും. അയ്യോ മൈ ഗോഡ്. അപ്പം എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, മെസ്സേജ് അയക്കുക. മെസ്സേജ് അല്ല, ഈ ക്വസ്റ്റ്യൻസ് അയക്കുക. ലൈക്ക് നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഐ ഹോപ്പ് ദിസ് വാസ് എ ഫണി വീഡിയോ. ലൈക്ക് നമ്മൾ സ്ഥിരം ചെയ്യുന്ന മാരത്തെ മേക്കപ്പ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ഫാഷനുമായിട്ട് ഡെലിറ്റ് ചെയ്യുന്ന വീഡിയോസ് അല്ല. ഫാഷൻ വീഡിയോസ് ഒക്കെ ഒത്തിരി കാണാനായിട്ട്, ഇങ്ങനത്തെ വീഡിയോകൾ സ്പൈസി വീഡിയോസ് ഒത്തിരി കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.